ഇത് കാണുന്നവരെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞങ്ങൾ ഈ സമൂഹത്തോടും ഞങ്ങൾ നാടിനോടും ഒരു പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ട്. പ്രതിബദ്ധത വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാർ കൂടി തന്നുണ്ട്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഈ ഭാഗത്തുള്ള ആൾക്കാർ വന്നാൽ വലിയ പ്രശ്നമാണ്. ഒരുപാട് പേർക്ക് രോഗങ്ങളുണ്ടാവും. കാരണം ക്യാൻസർ രോഗം, അറിയാത്ത ക്യാൻസർ രോഗമൊക്കെ ഉണ്ടാവും. അതിൻ്റെ റേഡിയേഷൻ അത്രയ്ക്കും ഇത്ര കിലോമീറ്റർ വരെ ഉണ്ടെന്നുണ്ട്. അതുകൊണ്ട് ഈ ജനവാസമുള്ള സ്ഥലത്ത് ഇത് വരാതിരിക്കുന്നതാണ് നല്ലത്. PCC ചേരൂരിൽ എഴുന്നൊരു ഭാഗമാണ് ഇവിടെ. ഇതൊരു സ്വകാര്യ കമ്പനിയുടെ ടവർ വരുന്നതാണ് പറഞ്ഞത്. BSNലും എയർടെലിലൂടെ കൂടിയാണ്. ഇവിടെ ഒരു വ്യക്തി ആ ഒരു ടവറിന് അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ ഭാഗത്തുള്ള ആൾക്കാർ ആശങ്കയിലാണ്. മെയിനായിട്ട് പറഞ്ഞാൽ അവിടെ ഈ ഒരു വിജയനഗറിൻ്റെ ഭാഗത്ത് ഒരു ടവർ വന്നു. ആ ഭാഗത്തുള്ള നിരവധി ആൾക്കാർക്ക് അസുഖങ്ങളുണ്ട്. ക്യാൻസർ ഉൾപ്പെടെ, സ്ട്രോക്ക് ഉൾപ്പെടെ നിരവധി ആൾക്കാർ ആ ഒരു രോഗത്തിൻ്റെ ആശങ്കയിലാണ്. അതുമായിട്ട് സംബന്ധിച്ചാണ് ഇനിയിപ്പം നമ്മൾ ഇവിടെ ഈ കൂടിയിരിക്കുന്ന ഇവിടുത്തെ സമീപവാസികൾ എല്ലാവരും കൂടാണ് കൂടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടവറിൻ്റെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ മുകളിലോട്ട് ഒരു കിളികൾ പോലും പറന്നു പോകാനൊക്കെ അത് ചത്തു വീഴുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ചിത്രശലഭങ്ങൾ, ജൈവിധ്യ പാർക്കുകളുമായ ചിത്രശലഭങ്ങൾക്കും ഒക്കെ ഘടനയിൽ പ്രശ്നം വരുന്നതുകൊണ്ട് പാരിസ്ഥിതിക സ്ഥിതിക്ക് വരുന്നതാണ്. ഇത് തിരിച്ചു പറയുന്നത് അവർ പറയുന്നത് പറഞ്ഞാൽ അവർക്ക് ഈ മൊബൈലിന് റേഞ്ച് കിട്ടും, എല്ലാവർക്കും ഉപയോഗിക്കാം, 5G 3G ആകുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനാണ് ഇദ്ദേഹമായിട്ട് അതിനകത്ത് വഴക്കുണ്ടാക്കാനോ ഒന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ പൊതുവികാരമാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ആൾക്കാർ ഈ മാസമായിട്ട് ഈ പ്രാവശ്യം ഈ ഭാഗത്തെ ആൾക്കാർ കൂടിയെന്ന് പറഞ്ഞാൽ ഈ IPC ചേരൂർ നിവാസികളെല്ലാം, അതുപോലെ തന്നെ വിജയനഗർ, ഗ്രേസ് നഗറുള്ള എല്ലാ നല്ലവരെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും നാളെ ഒരു സന്തോഷവും സമാധാനവും നിലനിർന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ തർക്കങ്ങളേ ഇല്ല. ആർക്ക് വേണമെങ്കിലും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. ഞാനും സാമ്പത്തിക ബാധ്യത ഉള്ള ഒരാൾ 10 ലക്ഷം രൂപ ആവശ്യം വരുവാണെങ്കിൽ എനിക്കും കൊടുക്കാം. ടവർ ഒരു സമൂഹത്തെയോ ഒരു പൊതുജനത്തെയോ ഒരു സമീപവാസിയോ നശിപ്പിക്കുന്നതിനാണെങ്കിൽ എനിക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. പൈസ ആവശ്യമുണ്ടെങ്കിൽ വാടകയും കിട്ടും. അങ്ങനൊരു ജീവിതമാർഗ്ഗമല്ല. ഇത്തരം നമ്മുടെ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. നാളത്തെ യുവതലമുറയാണ് നമ്മുടെ ഈ ഓരോരോ കുട്ടികളും ഉൾപ്പെടെ. അവർക്കും ഈ ഒരു വരുന്ന അസുഖങ്ങൾ ബാധിക്കാൻ ഒരുപാട് സാധ്യതയാണുള്ളത്. അതിൻ്റെതിരെ ഒരു പ്രതിഷേധമാണുള്ളത്. ഇന്നലെ ഇവിടെ ഇതിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനമല്ല, ഇവിടെ നമ്മൾ കൂടിയിരുന്നു. പോലീസ് വന്നിരുന്നു. പോലീസ് വന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട സംവിധാനമുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കുകയാണ്. ഇനി നാളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഒരു പരിസ്ഥിതിക്കോ ഒരു സമൂഹത്തിനോ ഒരു വാർഡിനോ അല്ലെങ്കിൽ ഒരു നശിപ്പിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ രീതിയിൽ നമുക്ക് ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ജനസാന്ദ്രമായ ഒരു ഏരിയയിൽ ഈ വീട്ടിലെ ഉടമസ്ഥൻ, ഈ പുള്ളി ഇവിടെ വന്ന് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ ഒരു ടവർ വയ്ക്കാനായിട്ടുള്ളൊരു നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഈ കാണുന്ന ഈ ചുറ്റുപാടുള്ള സമീപവാസികളായ ആൾക്കാരെല്ലാം ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിന് ദോഷകരമായി ബാധിക്കുമെന്നുള്ള രീതിയിൽ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാൻ വന്നതാണ്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ ഇനി ബാക്കി എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് നിയമപരമായെങ്കിൽ നിയമപരമായിട്ട് അതിന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നതായിരിക്കും. ഈ ടവർ നമുക്ക് ഒരിക്കലും ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല. ഒരുപക്ഷെ മൊബൈൽകാർ പറയുമായിരിക്കും അത് പ്രയോജനമാണ്. പക്ഷേ മനുഷ്യ ജീവിതത്തിന് അത് നല്ലതല്ല. കാരണം അതിൻ്റെ റേഡിയേഷനും അതിൻ്റെ എഫക്റ്റുകളും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടികളും മനുഷ്യരുമൊക്കെ താമസിക്കുന്ന ഈ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു സംവിധാനം നടക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് ഒരു രീതിയിലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് വിടുതൽ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കതിനുവേണ്ടി ഏതറ്റം വരെ പോകണമെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാവണം.